അത് അങ്ങനെയാണ്. മുന്നോട്ടു പോകാൻ തന്നെയാണ് തീരുമാനം. കഴിഞ്ഞ ഏകദിന ക്രിക്കറ്റ് ലോകകപ്പ് ടീമിൽ നിന്നും സ്ഥാനം നഷ്ടമായപ്പോൾ സഞ്ജുവിൻ്റെ പ്രതികരണമായിരുന്നു ഇത്. ഇപ്പോഴിതാ അങ്ങനെ ആ കാത്തിരുന്ന സമയം വന്നെത്തി. T20 വേൾഡ് കപ്പിലേക്കുള്ള ഇന്ത്യൻ ടീമിലേക്ക് മലയാളി താരം സഞ്ജു സാംസണും ഇടം നേടിയിരിക്കുന്നു. ഇന്ത്യൻ ക്രിക്കറ്റിന്റെ വരും കാലങ്ങളിൽ ആർക്കും എഴുതിത്തള്ളാനാവാത്ത സാന്നിധ്യമായി അയാൾ ഈ മൈതാനങ്ങളിൽ നിറഞ്ഞു തുടങ്ങുമെന്ന് ഉറപ്പുണ്ട് ആരാധകർക്ക്. അതുകൊണ്ടൊക്കെയാണ് ദേശീയ ജേഴ്സിയിൽ അധികം അവസരങ്ങൾ ലഭിക്കാതിരുന്നിട്ട് പോലും ഇന്ത്യൻ ക്രിക്കറ്റിലെ വലിയ പേരുകൾക്കൊപ്പം സഞ്ജു ഇക്കാലം അത്രയും ഈ ആരാധകർക്കിടയിൽ ആഘോഷിക്കപ്പെട്ടുകൊണ്ടിരുന്നത്. സഞ്ജു ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിൽ ഇല്ലെങ്കിൽ അത് സഞ്ജുവിന്റെ നഷ്ടമല്ലെന്നും ഇന്ത്യയുടെ നഷ്ടമാണെന്നും ഗൗതം ഗംഭീർ അടിവരയിട്ട് പറയുമ്പോൾ ഈ മലയാളി താരം എത്രമാത്രം സ്പെഷ്യലാണെന്ന് കൂടി അദ്ദേഹം പറയാതെ പറയുന്നു. സുരേഷ് റെയ്നയും സഞ്ജുവിനെ എന്തുകൊണ്ട് T20 ലോകകപ്പ് ടീമിലേക്ക് പരിഗണിക്കണമെന്നതിനെക്കുറിച്ച് മനസ്സ് തുറന്നിരുന്നു. ഞാനായിരുന്നെങ്കിൽ സഞ്ജുവിനെ തീർച്ചയായും എല്ലാ ലോകകപ്പ് മത്സരങ്ങളുടെയും ആദ്യ 11-ൽ കളിപ്പിക്കുമെന്നും താരം പറഞ്ഞിരുന്നു. 13 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം സഞ്ജുവിലൂടെ ഇന്ത്യൻ ലോകകപ്പ് ക്രിക്കറ്റ് ടീമിൽ ഒരു മലയാളി ഇടം പിടിച്ചിരിക്കുന്നു. 1983 ഏകദിന ലോകകപ്പിൽ ടീമിലുണ്ടായിരുന്ന സുനിൽ വത്സനും 2007 2020 ലോകകപ്പ്, 2011 ഏകദിന ലോകകപ്പ് ടീമുകളിൽ കളിച്ച ശ്രീശാന്തിന് ശേഷം ഇതാദ്യമായാണ് ഒരു മലയാളി താരം ഇന്ത്യയുടെ ലോകകപ്പ് ടീമിൽ ഇടം പിടിക്കുന്നത്. എത്രയെത്ര അവഗണനകളോട് പൊരുതിയിട്ടാണ് സഞ്ജു ജയം കൈവരിച്ചിട്ടുള്ളത്. അയാൾ വലിയൊരു പ്രചോദനമാണ്. ആദ്യമായി IPL കളിക്കാൻ കളത്തിലിറങ്ങിയ കൗമാരക്കാരനായിരുന്ന സഞ്ജുവിന്റെ കഴിവ് അന്ന് തന്നെ ചർച്ചയായതാണ്. അവഗണനകൾ നേരിട്ടപ്പോൾ വേറെ ഏതെങ്കിലും രാജ്യത്ത് ജനിച്ചിരുന്നുവെങ്കിൽ സഞ്ജു ദേശീയ ടീമിലെ സ്ഥിരം അംഗമായി മാറുമായിരുന്നുവെന്നത് മറ്റൊരു സത്യം. പക്ഷെ തുടർച്ചയായ അവസരങ്ങൾ നൽകാതെ അയാളുടെ അന്താരാഷ്ട്ര അരങ്ങേറ്റം പരമാവധി വൈകിപ്പിച്ചു. സ്ഥിരമായ ബാറ്റിംഗ് പൊസിഷൻ പോലും അനുവദിച്ചില്ല. അതൊന്നും സഞ്ജുവിനെ തളർത്തിയിട്ടുമില്ല. ഒരു ചെറു പുഞ്ചിരിയോടെ അയാൾ മുന്നോട്ട് പോയി. ഇപ്പോൾ ലോകകപ്പ് ടീമിലും എത്തിയിരിക്കുന്നു. അതെ, ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവനാട എന്ന ഡയലോഗ് പറയാൻ ഇപ്പോൾ ഏറ്റവും അനുയോജ്യൻ സഞ്ജു സാംസൺ തന്നെയാണ്. ടീമിൽ ഇന്നലെ ഇടം നേടിയപ്പോൾ സഞ്ജുവിന്റെ പോസ്റ്റിലെ പാട്ടിലെ വരികൾ പോലെ വിയർപ്പ് തുന്നിയിട്ട കുപ്പായ മാട എന്ന് പറഞ്ഞത് വെറുതെയല്ല. കഷ്ടപ്പെട്ട് വിയർത്തുണ്ടാക്കിയെടുത്ത കരിയറാണിത്. അവഗണനകളെ ചെറുപുഞ്ചിരിയോടെ നേരിട്ട സഞ്ജു ഇനി കളിക്കളത്തിൽ അരങ്ങുവാഴുന്നത് കാണാൻ നമുക്ക് കാത്തിരിക്കാം.